ശ്രീധുവിന്റെ അമ്മ ബാത്റൂം ഏരിയ കൂടെ ഇങ്ങനെ നടക്കാണ്. ആ ഒരു സമയത്ത് നന്ദന അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരത്തി ശ്രീധുവിന്റെ അമ്മ അവിടെ ഒരു സോഫയിൽ എന്നിട്ട് പോയി ഇരുന്നിട്ട് നേരെ പോക്കറ്റ് കൈയിട്ട് ഫോൺ എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരത്തിന്റെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ. പുള്ളിക്കാരത്തി ഒരു ഒറ്റ ചിരി, അയ്യോ ഞാൻ എന്തേ കാണിക്കുന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ചിരിച്ചത്. അത് കഴിഞ്ഞിട്ട് നന്ദനയുടെ അടുത്ത് ആ ഒരു കാര്യം പറയാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ ഞാൻ നോക്കുകയാണ്, ഇവിടെ ഫോൺ ഇല്ലല്ലോ, ഞാൻ ആ കാര്യമേ വിട്ടുപോയി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം പോക്കറ്റിന്റെ അകത്ത് കൈയിട്ട് ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട് എന്ന് നന്ദനയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പം നന്ദന പറയണ, അത് പയ്യെ ശീലം ആയിക്കോളും, ഞങ്ങൾക്ക് ഇപ്പം വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് നന്ദനയുടെ അമ്മ ശ്രീധുവിന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ശ്രീധുവിന്റെ അമ്മ കയറി അവിടെ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ശ്രീധുവിന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. രാത്രിയിൽ ഇരുന്ന് അങ്ങനെ അധികം സംസാരമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ശ്രീധുവിന് ഉപദേശമൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ബിഗ് ബോസ് അതിന് വിളിച്ച് വാണിയും കൊടുത്തിരുന്നു. മത്സരാർത്ഥികളെ അങ്ങനെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ കൂടുതലൊന്നും പറയരുത് എന്നുള്ള രീതിയിൽ ശ്രീധുവിന്റെ അമ്മയ്ക്ക് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചൊരു വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഫാമിലി ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നത്. വാണിംഗ് പോലെ പറയുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് ശ്രീധുവിന്റെയും അർജുന്റെയും വീട്ടിൽ നിന്നാണ് ആൾക്കാർ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. അവര് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇന്നലത്തെ ഗസ്റ്റ് പോയതുപോലെ തന്നെ പോകുമായിരിക്കും. നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.